യുക്രൈനിലെ യുദ്ധഭീതിയും ആഗോള ഊർജ വിപണിയിലെ തകർച്ചയും ലോകരാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തുമ്പോൾ നയതന്ത്രത്തിന്റെ പുതിയൊരു കേന്ദ്രബിന്ദുവായി മാറുകയാണ് ന്യൂഡൽഹി. മെയ് 14-15 തീയതികളിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ സാഹചര്യത്തിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്നു. ഇറാൻ അമേരിക്ക സംഘർഷം പാരമ്യത്തിലെത്തി നിൽക്കെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകൾ ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ വലിയ താൽപര്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇന്ധന വിപണിയിലെ അപ്രതീക്ഷിത ആഘാതങ്ങൾ നേരിടാൻ ഇന്ത്യ തയ്യാറെടുക്കുന്ന ഘട്ടത്തിലാണ് ഈ സന്ദർശനം നടക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ സ്തംഭനവും ഇറാനെതിരെയുള്ള ഉപരോധങ്ങളും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇറാനിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതിയും LPG വിതരണവും തടസ്സപ്പെടാതിരിക്കാൻ ഇറാനുമായി നേരിട്ട് ചർച്ച നടത്തുന്നത് ഇന്ത്യയുടെ ദീർഘവീക്ഷണമാണ് പ്രകടമാക്കുന്നത്. ഈ നയതന്ത്ര നീക്കത്തിലൂടെ പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങളെ ഇന്ത്യ അപ്രസക്തമാക്കുകയാണ്. മേഖലയിലെ സംഘർഷങ്ങളിൽ ഇടപെടാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇറാനും അമേരിക്കയുടെ സഖ്യകക്ഷിയായ UAEയുമായും ഒരേ സമയം ബന്ധം പുലർത്താൻ കഴിയുന്നത് ഇന്ത്യക്കാണ്. ഇറാൻ വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ UAEയിലേക്കുള്ള സന്ദർശനവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ സന്തുലിത നയത്തിന്റെ ഭാഗമാണ്. ബ്രിക്സ് കൂട്ടായ്മയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്കിടയിൽ പാകിസ്ഥാന്റെ കടന്നുകൂടാനുള്ള ശ്രമങ്ങളും ചർച്ചയാകുന്നുണ്ട്. ബ്രിക്സിൽ അംഗത്വം നേടാൻ പാകിസ്ഥാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. റഷ്യയിലെ പാക് പ്രതിനിധി വഴി തങ്ങളുടെ താൽപര്യം പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര മേധാവിത്വത്തെ മറികടക്കാൻ അവർക്ക് കഴിയില്ല. പശ്ചിമേഷ്യയിലെ യുദ്ധം ഏത് നിമിഷവും വീണ്ടും ആളിക്കത്താനുള്ള സാധ്യതയുണ്ടെന്ന് ആഗോള ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു. നയതന്ത്ര നീക്കങ്ങൾ പലതും പരാജയപ്പെട്ട സാഹചര്യത്തിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ ഇടപെടൽ സമാധാനം കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഡൽഹിയിൽ ചേരുന്ന വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ധന വിലക്കയറ്റം തടയുക എന്നത് ആഭ്യന്തരമായി വലിയൊരു വെല്ലുവിളിയാണ്. ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വിതരണം പുനഃസ്ഥാപിക്കാനോ അല്ലെങ്കിൽ ബദൽ മാർഗങ്ങൾ കണ്ടെത്താനോ ഉള്ള ചർച്ചകൾ അബ്ബാസ് അരഗാച്ചിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. ഇത് ഇന്ത്യയിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസകരമായ നീക്കമായിരിക്കും. അമേരിക്കയുമായി നല്ല ബന്ധം പുലർത്തുമ്പോൾ തന്നെ ഇറാനുമായുള്ള ചരിത്രപരമായ ബന്ധം നിലനിർത്താൻ ഇന്ത്യ ശ്രമിക്കുന്നു. ഒരു വശത്ത് ക്വാഡ് പോലുള്ള കൂട്ടായ്മകളിൽ സജീവമാകുമ്പോൾ മറുവശത്ത് ബ്രിക്സിലും ഇന്ത്യ തന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നു. ഈ മൾട്ടി അലൈൻമെന്റ് നയം ഇന്ത്യയെ ആഗോളതലത്തിൽ ഒരു വിശ്വസ്ത മധ്യസ്ഥനായി മാറ്റിക്കഴിഞ്ഞു. അബ്ബാസ് അരഗാച്ചിയുടെ സന്ദർശനം വെറും ഒരു ഔദ്യോഗിക ചടങ്ങ് മാത്രമല്ല. ട്രംപ് ഭരണകൂടം ഇറാനെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകുമ്പോൾ ഇന്ത്യയെ പോലൊരു വലിയ വിപണിയെയും ജനാധിപത്യ രാജ്യത്തെയും കൂടെ നിർത്താൻ ഇറാൻ ആഗ്രഹിക്കുന്നു. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് ഇന്ത്യയുടെ നയതന്ത്ര സ്വയംഭരണത്തിന്റെ തെളിവാണ്. UAEയിലേക്കുള്ള യാത്രയ്ക്ക് മുൻപാണ് അരഗാച്ചി ഇന്ത്യയിലെത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. UAEയുമായി അടുത്തിടെ ഉണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഒരു പാലമായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. മേഖലയിലെ സമാധാനം ഇന്ത്യയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. ബ്രിക്സ് രാജ്യങ്ങളായ റഷ്യയും ചൈനയും ഇറാന് പിന്തുണ നൽകുന്നവരാണ്. ഈ കൂട്ടായ്മയിൽ ഇന്ത്യയുടെ പങ്ക് വളരെ നിർണായകമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ആധിപത്യത്തിന് ബദലായി ബ്രിക്സ് വളരുമ്പോൾ ഇന്ത്യ ആ മാറ്റത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നു. പാകിസ്ഥാൻ ബ്രിക്സിൽ ചേരാൻ നടത്തുന്ന നീക്കങ്ങൾ ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം ബ്രിക്സ് പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട കൂട്ടായ്മയിൽ വരുന്നത് സംഘടനയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് ഇന്ത്യ വാദിക്കുന്നു. ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ സാധ്യതയുള്ളതിനാൽ ഇന്ത്യക്ക് ഇവിടെ കടുത്ത പോരാട്ടം നടത്തേണ്ടി വരും. ഊർജ പ്രതിസന്ധി മറികടക്കാൻ റഷ്യയിൽ നിന്നും ഇന്ധനം വാങ്ങുന്നത് ഇന്ത്യ തുടരുന്നുണ്ട്. എന്നാൽ ഇറാൻ ഒരു പ്രധാന സ്രോതസ്സായി വീണ്ടും മാറുന്നത് വിതരണ ശൃംഖലയെ കൂടുതൽ സുരക്ഷിതമാക്കും. ചാവ് ബഹാർ തുറമുഖത്തിന്റെ വികസനവും ഈ ചർച്ചകളിൽ കടന്നുവരാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ വിദേശകാര്യ വകുപ്പും ഡൽഹിയിലെ ഈ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയെ പിണക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇറാന്റെ സ്വാധീനം വർദ്ധിക്കുന്നത് അവർക്ക് താല്പര്യമുള്ള കാര്യമല്ല. ഈ രണ്ട് വിപരീത ധ്രുവങ്ങളെ ഒരേപോലെ കൈകാര്യം ചെയ്യുക എന്നതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ബ്രിക്സ് യോഗത്തിൽ ഇന്ധന വിപണിയിലെ ചാഞ്ചാട്ടം കുറയ്ക്കാൻ
ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിക്കുന്നത് സംബന്ധിച്ച് ചർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഡോളറിന് പകരം പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്തുന്നതിനെ കുറിച്ചും ആലോചന നടക്കുന്നു. ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകും. നയതന്ത്ര ലോകത്ത് പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ചൈനയുടെ സഹായമുണ്ടെങ്കിലും ആഗോളതലത്തിൽ പാകിസ്ഥാന്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുന്നു. ഇന്ത്യ നേരിട്ട് നടത്തുന്ന ഈ ഗൾഫ് നയതന്ത്രം പാകിസ്ഥാന്റെ പ്രസക്തി പൂർണ്ണമായും ഇല്ലാതാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ഇടപെടലുകൾ പശ്ചിമേഷ്യൻ നേതാക്കളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇത് യുദ്ധഭീതി നിലനിൽക്കുമ്പോഴും ഇന്ത്യക്ക് ഒരു സുരക്ഷിത ഇടം നൽകുന്നു. സമാധാനത്തിനായുള്ള ഇന്ത്യയുടെ ആഹ്വാനം ലോകരാജ്യങ്ങൾ ഗൗരവത്തോടെയാണ് കേൾക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്കുള്ള എണ്ണക്കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇറാന്റെ സഹകരണം അത്യന്താപേക്ഷിതമാണ്. സൈനികമായ പോരാട്ടത്തെക്കാൾ നയതന്ത്രപരമായ സംയമനമാണ് വേണ്ടതെന്ന് അരകാച്ചിയോട് ഇന്ത്യ വ്യക്തമാക്കും. ഇറാൻ ഉദ്യോഗസ്ഥർ നൽകുന്ന ഉറപ്പുകൾ ഇന്ത്യക്ക് വലിയ ആശ്വാസമാകും. ആഗോള രാഷ്ട്രീയത്തിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ ശക്തി വർദ്ധിക്കുന്നതിന്റെ സൂചനയാണിത്. യൂറോപ്പിനും അമേരിക്കയ്ക്കുമപ്പുറം പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ഡൽഹി തയ്യാറെടുക്കുന്നു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാറ്റത്തിന് അടിവരയിടും. ഇന്ധനവില നിയന്ത്രിക്കാൻ ഇന്ത്യ സ്വീകരിക്കുന്ന നടപടികൾ മറ്റ് വികസ്വര രാജ്യങ്ങൾക്കും മാതൃകയാണ്. ഊർജ ആവശ്യങ്ങൾക്കായി ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ വൈവിധ്യവൽക്കരണം കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഇറാന്റെ പങ്ക് ഈ തന്ത്രത്തിൽ വളരെ വലുതാണ്. ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ ഒരു സമവായം രൂപപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. യുദ്ധം ആർക്കും ഗുണകരമല്ലെന്ന സന്ദേശം ഇറാനിലേക്ക് കൈമാറാൻ ഈ വേദി ഇന്ത്യ ഉപയോഗിക്കും. സമാധാനപരമായ സഹവർത്തിത്വമാണ് ലോകത്തിന് ആവശ്യമെന്ന് ഇന്ത്യ ആവർത്തിക്കും. അബ്ബാസ് അരഗാച്ചിയുടെ സന്ദർശനം ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കും. വ്യാപാരം, ഊർജം, സുരക്ഷ എന്നീ മേഖലകളിൽ പുതിയ കരാറുകൾക്ക് ഇത് വഴിവെച്ചേക്കാം. അമേരിക്കയുടെ കണ്ണുകളെ ഭയപ്പെടാതെ സ്വന്തം താല്പര്യങ്ങൾക്കായി ഇന്ത്യ നിലകൊള്ളുന്നത് പ്രശംസനീയമാണ്. പാകിസ്ഥാൻ ബ്രിക്സിലേക്ക് വരുന്നതിനെ റഷ്യ എങ്ങനെ കാണുന്നു എന്നതും നിർണായകമാണ്. ഇന്ത്യയുടെ എതിർപ്പിനെ അവഗണിക്കാൻ റഷ്യ തയ്യാറാവില്ല. അതിനാൽ തന്നെ പാകിസ്ഥാന്റെ ബ്രിക്സ് മോഹങ്ങൾ ഇപ്പോൾ നടക്കാൻ സാധ്യതയില്ല. ഇന്ത്യയുടെ നയതന്ത്ര വിജയം ഇവിടെയും പ്രകടമാണ്. ഇന്ധന ഷോക്ക് അഥവാ പെട്ടെന്നുള്ള വിലക്കയറ്റം ഇന്ത്യൻ കമ്പോളത്തെ ബാധിക്കാതിരിക്കാൻ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട്. ഇറാന്റെ വിതരണ ശൃംഖല പുനഃസ്ഥാപിക്കപ്പെടുന്നതോടെ ഈ ആശങ്കകൾക്ക് ഒരു പരിധിവരെ അറുതിയാകും. ഡൽഹിയിലെ ഈ നയതന്ത്ര യുദ്ധം വരും ദിവസങ്ങളിൽ ലോകമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകും. ഇന്ത്യയുടെ ഓരോ നീക്കവും അതീവ ശ്രദ്ധയോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. ബ്രിക്സ് ഉച്ചകോടിക്ക് മുൻപുള്ള ഈ മന്ത്രിതല യോഗം ഭാവിയിലെ പല തീരുമാനങ്ങളുടെയും അടിസ്ഥാനമായി മാറും. ഇന്ത്യയുടെ നയതന്ത്ര മികവ് അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. ഇറാനും UAE തമ്മിലുള്ള പ്രശ്നങ്ങളിൽ സമാധാനത്തിന്റെ വക്താവായി ഇന്ത്യ മാറുമ്പോൾ അത് ലോക സമാധാനത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. ഇന്ധന പ്രതിസന്ധിയും യുദ്ധഭീഷണിയും നിലനിൽക്കുമ്പോഴും ഇന്ത്യ തന്റെ വഴിയിൽ ഉറച്ചു നിൽക്കുന്നു. ആഗോള രാഷ്ട്രീയത്തിലെ പുതിയ സൂര്യോദയമായി ഇന്ത്യ മാറുമ്പോൾ ബ്രിക്സ് ഉച്ചകോടിയും ഇറാൻ മന്ത്രിയുടെ സന്ദർശനവും ആ മാറ്റത്തിന്റെ അടയാളങ്ങളായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും.